ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മളെ ബിഗനേഴ്സിന് വേണ്ടിയിട്ട്, തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഹിന്ദിയുടെ ഒരു ക്ലാസ് തുടങ്ങി. വളരെ സിമ്പിൾ ആയിട്ട് ഹിന്ദി എങ്ങനെ സംസാരിക്കാം, അതുപോലെ വാക്കുകളുടെ അർത്ഥം എങ്ങനെ പഠിക്കാന്ന്, അതിന്റെ 5th ക്ലാസ് ആണ് ഇന്ന്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ഞാൻ പോകുന്നു, ഞാൻ വരുന്നു, ഞാൻ ഓടുന്നു, ഞാൻ നടക്കുന്നു. ഇതൊക്കെ ക്രിയകൾ വെച്ചിട്ട് മേ വെച്ചിട്ട് നമ്മൾ എങ്ങനെ പറയാന്നല്ലേ പഠിച്ചത്. നമുക്കതൊന്ന് നോക്കാം. മേ ആത്താഹു, ഞാൻ വരുന്നു. മേ ജാത്താഹു, ഞാൻ പോകുന്നു. മേ സോത്താഹു, ഞാൻ ഉറങ്ങുന്നു. മേ പീത്താഹു, ഞാൻ കുടിക്കുന്നു. മേ ചൽത്താഹു, ഞാൻ നടക്കുന്നു. മേ ദൗഡത്താഹു, ഞാൻ ഓടുന്നു. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പഠിച്ചത്. ഇതിലൊക്കെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്താ അവിടെ? ഓടുന്നു, നടക്കുന്നു, കളിക്കുന്നു, കഴിക്കുന്നു, കുടിക്കുന്നു, അങ്ങനെയല്ലേ വന്നത്. ഓക്കെ, അപ്പോഴും നിങ്ങള് ഇന്ന് പഠിക്കാൻ പോകുന്നത് വരണം, പോണം, കളിക്കണം, കുടിക്കണം, കഴിക്കണം, ഉറങ്ങണം, ഇതൊക്കെ എങ്ങനെയാ പറയാന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അവിടെ നോക്കിയാട്ട് ഈ പോകുന്നു, വരുന്നു എന്നുള്ളതിന്റെ അർത്ഥം എന്താ അവിടെ വന്നേ? ആത്താഹേ, ജാത്താഹേ, പിന്നീട് ഏതാ വന്നത്? ചൽത്താഹേ, ദൗഡത്താഹേ, അങ്ങനെയല്ലേ വന്നത്. അപ്പൊ ഈ പോകണം, വരണം, കളിക്കണം, കഴിക്കണം, അതെങ്ങനെയാ പറയാന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ വാക്ക് നോക്കിയാട്ടെ. ജാനാഹേ, പോകണം. ജാനാഹേ, പോകണം. ആനാഹേ, വരണം. ആനാഹേ, വരണം. അതുപോലെ ഗേൽനാഹേ, കളിക്കണം. ഗേൽനാഹേ, കളിക്കണം. ചൽനാഹേ, നടക്കണം. ചൽനാഹേ, നടക്കണം. സുന്നാഹേ, കേൾക്കണം. സുന്നാഹേ, കേൾക്കണം. കാനാഹേ, കഴിക്കണം. കാനാഹേ, കഴിക്കണം. ഇവിടെ വ്യത്യാസം മനസ്സിലായോ? അവിടെ എന്താ? ആത്താഹേ, ജാത്താഹേ. ഇവിടെ എന്താ ലാസ്റ്റ്? ജാനാഹേ, ആനാഹേ. എന്താ അർത്ഥം വന്നേ? വരണം, പോകണം. വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. അത് നമുക്ക് എനിക്ക് പോകണം, എനിക്ക് കഴിക്കണം, എനിക്ക് ഉറങ്ങണം, എനിക്ക് കളിക്കണം, ഇതൊക്കെ എങ്ങനെ പറയാന്ന് നമുക്ക് നോക്കാം. അപ്പൊ എനിക്ക് എന്നുള്ളതിന് എന്താ ഹിന്ദിയിൽ പറയാ? മുജേ. എന്താ? മുജേ. എന്താ അർത്ഥം? എനിക്ക്. ഒന്ന് പറഞ്ഞു നോക്കിയേ. മുജേ, എനിക്ക്. ക്ലിയർ അല്ലേ അർത്ഥം? അപ്പൊ നമുക്ക് എനിക്ക് പോകണം, എനിക്ക് വരണം, ഇതെങ്ങനെയാ നമുക്ക് പറയാൻ നോക്കാം. ഓക്കെ, മുജേ ജാനാഹേ, എനിക്ക് പോകണം. മുജേ ജാനാഹേ, എനിക്ക് പോകണം. മുജേ ആനാഹേ, എനിക്ക് വരണം. മുജേ ആനാഹേ, എനിക്ക് വരണം. മുജേ ബോൽനാഹേ, എനിക്ക് പറയണം. മുജേ ബോൽനാഹേ, എനിക്ക് പറയണം. മുജേ സുന്നാഹേ, എനിക്ക് കേൾക്കണം. മുജേ സുന്നാഹേ, എനിക്ക് കേൾക്കണം. എനിക്ക് പഠിക്കണം നമുക്ക് എങ്ങനെ പറയാം? മുജേ സീഖ്നാഹേ. മുജേ സീഖ്നാഹേ, എനിക്ക് പഠിക്കണം. മുജേ പഠനാഹേ, എനിക്ക് വായിക്കണം. മുജേ പഠനാഹേ, എനിക്ക് വായിക്കണം. ക്ലിയർ അല്ലേ ഇന്നത്തെ ക്ലാസ്? എന്താ പഠിച്ചത്? വരണം, പോണം. എന്താ അതിന്റെ? ആത്താഹേ, പോകുന്നു. ആനാഹേ, വരണം. ക്ലിയർ അല്ലേ? ഒന്ന് വ്യത്യാസം മനസ്സിലാക്കി തരാ. ഇപ്പൊ അർത്ഥം നോക്കിയേ. ചൽത്താഹേ, നടക്കുന്നു. ചൽനാഹേ, നടക്കണം. ഇത്രയും ഇന്നത്തെ ക്ലാസ്. ജാത്താഹേ, പോകുന്നു. ജാനാഹേ, പോകണം. ക്ലിയർ അല്ലേ? വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.